ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കൃഷ്ണാസ് ഫ്യൂഷൻ ആൻഡ് ഫീസ്റ്റ്. ഇന്നത്തെ ഒരു ബ്ലോഗ് എന്ന് പറഞ്ഞാൽ കുക്കിംഗ് ബ്ലോഗാണ്. അപ്പോൾ ഓണായിട്ട് എല്ലാവരും പായസം ഉണ്ടാക്കും. അപ്പോൾ കുറേ നേരം കിച്ചണിൽ ഇങ്ങനെ പായസം ഉണ്ടാക്കാനൊക്കെ ഒരു ലോങ് ടൈം പ്രോസസ്സാണ്. സ്പെൻഡ് ചെയ്യാനില്ലാത്ത ആൾക്കാർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം മിക്സ്. ടെൻഡർ കോക്കനട്ട് ഫ്ലാഗോ പായസം മിക്സാണ്. ഒരു 20 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് പായസം പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം എങ്ങനെയാണ് നോക്കാം. പാക്കറ്റൊക്കെ ഒരു കട്ടിയുള്ളൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ സാധാരണ പാല് തിളപ്പിച്ച് അതിനകത്തേക്ക് ആ പായസം മിക്സ് ഇട്ട് ഇളക്കിയെടുക്കുക. ഞാൻ പകരം കുറച്ച് ഷുഗർ ക്യാരമലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം ഷുഗർ ഇട്ട് കൊടുത്ത ശേഷം അത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് ക്യാരമലൈസ് ചെയ്തെടുക്കണം. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അളവ് പോലെ തന്നെ 1.5 ലിറ്ററോളം പാല് നമ്മൾ ആ ഷുഗർ ക്യാരമലൈസ് ചെയ്തേക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് പയ്യനെ ഫ്ലെയിം കുറച്ച് വെച്ച് ബോയിൽ ചെയ്തെടുക്കണം. വറ്റിച്ച് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ആ പായസം മിക്സ് അങ്ങനെ തന്നെ പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാൻ 2 പ്രാവശ്യം ഉണ്ടാക്കിയുണ്ട്. ഒരു പായസത്തിന് കട്ടി കുറവായിട്ട് തോന്നും. അതുകൊണ്ട് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല കുറുകി ക്രീമി ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. ഇതൊരു ട്രിക്കാണ്. ഇതെല്ലാവരും ഫോളോ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. വരുമ്പോഴേക്കും നമ്മൾക്കൊരു 2 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പ്രത്യേക ഫ്ലേവർ വരും. അതിൻ്റെ തിക്നെസ്സൊക്കെ കൂട്ടി നല്ല ടേസ്റ്റ് വരും. അപ്പോൾ ഈ 2 കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഒന്ന് ഷുഗർ ക്യാരമലൈസ് ചെയ്യാനായിട്ടും കുറച്ച് കോൺഫ്ലവർ തിക്നെസ്സിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ശരിക്കും വെള്ളം പോലെ ഇരിക്കും ഈ പായസത്തിൻ്റെ ഇതിരിക്കുന്നത്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. പായസം സെറ്റായിട്ടുണ്ട്. നന്നായിട്ട് കുറുകി ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. സാധാരണ നമ്മൾ ഈ പായസം മിക്സ് വെച്ച് പാലട ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് കുറച്ച് വെള്ളം പോലെ ഇരിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എളുപ്പമായിരിക്കും. ഇതുപോലെ കോൺഫ്ലവർ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് നമ്മുടെ പായസം സെറ്റായിട്ടുണ്ട്. ഇത് ഒരു അടിപൊളി ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് വയ്ക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഭയങ്കര ആയിട്ട് കൂടുതലായിരിക്കും. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ആ കരിക്ക് ആ ചവരിയൊക്കെ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടും. അതൊരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വിധത്തിൽ ട്രൈ ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കും. അടിപൊളിയായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. ഇതിന് സാധാരണ പാലട പരിപ്പൊക്കെ മാറ്റി നമുക്കൊരു വെറൈറ്റി പായസം പിടിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ.